ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് ടൈം എന്ന യൂണിറ്റിലെ വർക്ക്ഷീറ്റ്സ് ആണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ടു ഫൈൻഡ് ദ ടൈം ദ കോക്ക് ക്രൗഡ്, കൗണ്ട് ദ നമ്പർ ഓഫ് സ്റ്റിക്സ് ഇൻ ദ ഫെൻസ്. കോഴി കൂവുന്ന സമയം എത്രയാണ് എന്നറിയാൻ വേലിയിലുള്ള ആ കമ്പുകൾ എണ്ണി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എത്ര കമ്പുകളാണുള്ളത്? 1, 2, 3, 4 നേരെ നിൽക്കുന്ന 4 കമ്പുകളും പിന്നെ ഒരു കമ്പിലാണ് കോഴി കയറി നിൽക്കുന്നത്. അതും കൂടി കൂട്ടുമ്പോൾ 5 സ്റ്റിക്സ്, 5 കമ്പുകളാണ് ഉള്ളത്. അപ്പോൾ കോഴി കൂവുന്നത് എപ്പോഴാണ്? മോർണിംഗ് 5 o'clock, രാവിലെ 5 മണിക്കാണ് കോഴി കൂവുന്നത്. വിച്ച് നീഡ്സ് മോർ ടൈം, ഏത് കാര്യം ചെയ്യാനാണ് കൂടുതൽ സമയം വേണ്ടത്? ടിക്ക് ദ വൺ ഇൻ ഈച്ച് റോ. ആദ്യത്തേത് നോക്കൂ. ടു ബ്രഷ് ടീത്ത്, ടു ബാത്ത്. പല്ല് തേക്കാനാണോ കുളിക്കാനാണോ കൂടുതൽ സമയം വേണ്ടത്? ടു ബാത്ത്, കുളിക്കാനാണ് അല്ലേ. നെക്സ്റ്റ്, ടു പ്ലേ ബോൾ, ടു ഈറ്റ് ഫുഡ്. കളിക്കാനാണോ അതോ ഭക്ഷണം കഴിക്കാനാണോ കൂടുതൽ സമയം എടുക്കുക? ടു പ്ലേ ബോൾ, ബോൾ കളിക്കാനാണ് അല്ലേ. ടു സ്കൂൾ ബൈ വാക്ക്, സൈക്കിൾ റൈഡ് ടു സ്കൂൾ. നടന്ന് സ്കൂളിൽ പോകാനാണോ സൈക്കിളിൽ സ്കൂളിൽ പോകാനാണോ കൂടുതൽ സമയം വേണ്ടത്? ടു സ്കൂൾ ബൈ വാക്ക്, നടന്ന് പോകാൻ അല്ലേ. ടു സ്ലീപ്പ്, ടു സ്റ്റഡി. ഉറങ്ങാനാണോ പഠിക്കാനാണോ കൂടുതൽ സമയം വേണ്ടത്? ടു സ്ലീപ്പ്, ഉറങ്ങാൻ. എ ഡേ. ദ ഡെയിലി റൂട്ടീൻ ഓഫ് മാനസി ഈസ് ഗിവൺ ബിലോ, ജോയിൻ ദം കറക്റ്റ്ലി. മാനസിയുടെ ഒരു ദിവസത്തെ റൂട്ടീനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ജോയിൻ ചെയ്ത് കറക്റ്റ് ചെയ്യണം. ആദ്യത്തേത് നോക്കൂ. വോക്ക് അപ്പ്, എപ്പോഴാണ് എണീറ്റത്? മോർണിംഗ് 7 o'clock, രാവിലെ ആദ്യം ചെയ്തത് എണീക്കുകയാണ് അല്ലേ. ഗോയിങ് ടു സ്കൂൾ, എപ്പോഴാണ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവുക? 7 മണിക്കാണ് എണീറ്റത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 8 മണിയില്ല അല്ലേ മോർണിംഗ്. അപ്പോൾ മോർണിംഗ് 9 o'clock. ഹാഡ് ലഞ്ച്, ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാണ്? ഉച്ചയ്ക്കാണ് അല്ലേ ലഞ്ച് കഴിക്കുന്നത്. ആഫ്റ്റർനൂൺ 1 o'clock, 1 മണിക്ക്. സ്കൂൾ ടൈം ഓവർ, സ്കൂൾ കഴിഞ്ഞത് ഈവനിങ് ആയിരിക്കും അല്ലേ. ഈവനിങ് 4 o'clock. റീച്ച്ഡ് ഹോം, വീട്ടിലെത്തി എപ്പോഴാണ്? ഈവനിങ് 5 o'clock, 5 മണിക്ക്. റോട്ട് ഡയറി, ഡയറി എഴുതി, രാത്രിയാണ് അല്ലേ ഡയറി എഴുതുക എല്ലാ കാര്യങ്ങളും. നൈറ്റ് 8 o'clock. വെൻറ്റ് ടു സ്ലീപ്പ്, ഉറങ്ങാൻ പോയി, അവസാനം ചെയ്ത കാര്യമാണ്. നൈറ്റ് 9 o'clock, 9 മണിക്ക്. വാട്ട് ഈസ് യുവർ ഡെയിലി റൂട്ടീൻ, നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ എന്താണ് എന്നാണ് എഴുതേണ്ടത്. വോക്കപ്പ്, എണീറ്റത് എത്ര മണിക്കാണ്? വെൻറ്റ് ടു സ്കൂൾ, സ്കൂളിൽ പോയത്. കം ബാക്ക് ഹോം, വീട്ടിൽ തിരിച്ചെത്തിയത്. വെൻറ്റ് ടു പ്ലേ, കളിക്കാൻ പോയത്. സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ്, എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയത്. ഹാഡ് സപ്പർ, രാത്രി ഭക്ഷണം എപ്പോഴാണ് കഴിച്ചത്. ഇതെല്ലാം കറക്റ്റായി എഴുതി വയ്ക്കണം. ഓക്കെ. ഡേയ്സ്. അലൻ ട്രാവൽഡ് ഫോർ 7 days ആൻഡ് വിസിറ്റഡ് ദ പ്ലേസസ് ഷോൺ ബിലോ. 7 ദിവസം അലൻ യാത്രകൾ പോയി, കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. ഓരോ ദിവസം സന്ദർശിച്ച സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് വെനസ്ഡേ, കൊച്ചിയാണ് പോയത്. ഫ്രൈഡേ കണ്ണൂർ, ട്യൂസ്ഡേ തൃശ്ശൂർ, മൺഡേ പാലക്കാട്, സാറ്റർഡേ വയനാട്, തേഴ്സ്ഡേ കാസർഗോഡ്, സൺഡേ കോഴിക്കോട്. ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. ഹി സ്റ്റാർട്ടഡ് ഓൺ തേഴ്സ്ഡേ. റൈറ്റ് ദ പ്ലേസസ് ഹി വിസിറ്റഡ് ഇൻ ഓർഡർ. അവൻ വ്യാഴാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്തത് ട്രിപ്പ്. അപ്പോൾ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ. തേഴ്സ്ഡേ കഴിഞ്ഞാൽ പിന്നെ ഫ്രൈഡേ ആണ്. ഫ്രൈഡേ കണ്ണൂർ. സാറ്റർഡേ ശനിയാഴ്ച എവിടെയാണ് പോയത്? വയനാട്. പിന്നെ സൺഡേ ഞായറാഴ്ച കോഴിക്കോട്. സൺഡേ കഴിഞ്ഞാൽ പിന്നെ മൺഡേ തിങ്കളാഴ്ച പാലക്കാട്. ട്യൂസ്ഡേ ചൊവ്വാഴ്ച തൃശ്ശൂർ. വെനസ്ഡേ ബുധനാഴ്ച കൊച്ചി. ഇങ്ങനെയാണ് 7 ദിവസങ്ങൾ യാത്ര ചെയ്തത്. ലുക്ക് അറ്റ് ദ കലണ്ടർ ആൻഡ് റൈറ്റ് ദ ഡേയ്സ് ഓഫ് ദ വീക്ക് ഇൻ ദ കലണ്ടർ. ഈ വീക്കിലെ ഓരോ ദിവസവും എഴുതി ചേർക്കാൻ പറഞ്ഞിരിക്കുന്നു. കലണ്ടറിൽ നോക്കൂ. ഓഗസ്റ്റിലെ കലണ്ടറാണ്. ഫ്രൈഡേ വെള്ളിയാഴ്ച, സാറ്റർഡേ ശനിയാഴ്ച, ഇത് മാത്രമാണ് തന്നിരിക്കുന്നത്.
ഏതൊക്കെയാണ് ചേർക്കേണ്ടത്? സൺഡേ ഞായറാഴ്ച, മൺഡേ തിങ്കളാഴ്ച, ട്യൂസ്ഡേ ചൊവ്വാഴ്ച, വെനസ്ഡേ ബുധനാഴ്ച, തേഴ്സ്ഡേ വ്യാഴാഴ്ച. ഇതാണ് നമ്മൾ എഴുതി ചേർക്കേണ്ടത്. കണ്ടില്ലേ? അപ്പോൾ 2025 8ാമത്തെ മാസമാണ് ഓഗസ്റ്റ്. ഇനി ഈ മാസത്തെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഡേ ഈസ് ഓഗസ്റ്റ് 15th? ഏത് ദിവസമാണ് ഓഗസ്റ്റ് 15 വരുന്നത്? ഫ്രൈഡേ, വെള്ളിയാഴ്ചയ്ക്ക് താഴെയാണ് ഓഗസ്റ്റ് 15th വരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. വാട്ട് ഈസ് ദ ലാസ്റ്റ് ഡേറ്റ്? വിച്ച് ഡേ ഈസ് ഇറ്റ്? ഏതാണ് ഈ മാസത്തെ അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത്? ഏതാണ്? 31st അല്ലേ? 31ാം തീയതിയാണ് സൺഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സാറ്റർഡേയ്സ് ഇൻ ദിസ് മന്ത്? എത്ര സാറ്റർഡേയ്സ്, എത്ര ശനിയാഴ്ചകളാണ് ഈ മാസമുള്ളത്? 1 2 3 4 5 5 സാറ്റർഡേയ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? 2 9 16 23 30. 2ാം തീയതി, 9ാം തീയതി, 16ാം തീയതി, 23ാം തീയതി, 30ാം തീയതി. അതുപോലെ തന്നെ വാട്ട് ആർ ദ ഡേറ്റ്സ് ഓഫ് തേഴ്സ്ഡേ? വ്യാഴാഴ്ചകൾ ഏതൊക്കെ ഡേറ്റുകളാണ് വരുന്നത്? ഒന്ന് നോക്കാം. തേഴ്സ്ഡേയിൽ വരുന്നത് 7 14 21 28. 7ാം തീയതി, 14ാം തീയതി, 21ാം തീയതി, 28ാം തീയതി. ഇതൊക്കെയാണ് തേഴ്സ്ഡേ വ്യാഴാഴ്ച വരുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 2026 കലണ്ടറാണ് ഈ തന്നിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻസ് നമുക്ക് 2026 കലണ്ടറിലൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഡേ ഈസ് ഓഗസ്റ്റ് 15th? ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഏതാണ് ഡേറ്റ് വരുന്നത്? സാറ്റർഡേ ആണ്. കണ്ടില്ലേ? അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ലാസ്റ്റ് ഡേറ്റ്? വിച്ച് ഡേ ഈസ് ഇറ്റ്? ഏതാണ് ഈ മാസത്തിലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്? 31st തന്നെയാണ്. വരുന്നത് മൺഡേ തിങ്കളാഴ്ചയാണ്. അതുപോലെ തന്നെ എത്ര സാറ്റർഡേയ്സ് ആണ് ഈ മാസത്തിലുള്ളത് 2026? 5 തന്നെയാണ്. ഏതൊക്കെയാണ്? 1 8 15 22 29. ഇനി വാട്ട് ആർ ദ ഡേറ്റ്സ് ഓഫ് തേഴ്സ്ഡേ? വ്യാഴാഴ്ചകളോ ഏതൊക്കെയാണ് വരുന്നത്? 6 13 20 27. ഇങ്ങനെ 4 ദിവസങ്ങളാണ് തേഴ്സ്ഡേസ് വരുന്നത്. അപ്പോൾ ഓരോ വർഷവും ഇതുപോലെ തന്നെ ദിവസവും അതുപോലെ തന്നെ ഡേറ്റ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കണം. ഓക്കെ ഡിയേഴ്സ്, complete your textbook activities and study well. See you in next class. Thank you.